ഹായ്. അപ്പോൾ നമ്മൾ വീണ്ടും കാത്തിരുന്ന മുഹൂർത്തം എത്തിയിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം. നമ്മൾ കൊറോണൻ്റെ മുമ്പാന്ന് തോന്നുന്നു ഓൺലൈൻ ലേലം ഒഴിവായിട്ട് മറ്റേ ഓപ്പൺ ലേലം ഉണ്ടായിട്ടല്ലേ. അതുകൊണ്ട് വീണ്ടും കാത്തിരുന്ന നമ്മളെ ലേലം വിളി എത്തിയത് ആർക്ക് വേണ്ടി, വണ്ടിയില്ലാത്തവർക്ക് ഏറ്റവും ചെറിയ വിലക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന ലേലം വിളി ഈ 2 ആഴ്ചയുണ്ട്. ഏതായാലും നമ്മൾ അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കയറാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നായിരുന്നു. ഞാനും അഷർ ഭായനെ കഴിഞ്ഞ പ്രാവശ്യം ലേലം വിളിച്ചതല്ലേ. അതെ 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 വീണ്ടും മാനുവൽ ഓപ്ഷൻ്റെ ഇതിലേക്ക് എത്തിയത്. അന്നേരം അതിനെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം കൃത്യമായിട്ട്. ഈ 2 ആഴ്ചയേ ഉള്ളൂ. ഇപ്പം ഇന്നത്തെ ഡേറ്റ് 4th ഡിസംബർ 2023 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട വീഡിയോയിൽ ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് വരെ ആൾക്കാർ കമൻറ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് ഇത് ലേലം വിളി കഴിഞ്ഞോന്ന്. അത് എപ്പോൾ ഇട്ടതാണ്. അതുകൊണ്ട് നമ്മൾ 4th ഡിസംബർ 2 ആഴ്ചയിൽ ലേലം വിളിയുള്ളൂ. സംഭവം കൊള്ളാമല്ലേ? വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല വണ്ടികളാണ്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കാര്യം ഇതിൻ്റെ ബാക്കിൽ പറഞ്ഞുതരാം. ഏതായാലും പുറത്തിറങ്ങിയിട്ട് എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതെല്ലാം ചെക്ക് ചെയ്യാന് ഇൻസ്പെക്ട് ചെയ്യാന് നമ്മളിങ്ങനെ വണ്ടി നോക്കി വരത്താണ്. ഇതാ 100ാമത്തെ വണ്ടിയാണ് കേട്ടോ. പെട്രോൾ, നിസാൻ പെട്രോൾ. എത്ര മോഡല്? 2012 അല്ലേ? കൊള്ളാം. അതെ അതെ. ഇത് ടയർ നോക്കിയാ വണ്ടികളിൽ ഇത്ര വരെ നമ്മൾ ചെക്ക് ചെയ്തത്തോളം അല്ലേ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നല്ല വണ്ടികളൊക്കെ നല്ല റേറ്റിന് ലോട്ടറി എടുക്കുന്ന മാതിരി 100 വണ്ടി നമ്മൾ 100 കവർ ചെയ്ത് ഒന്നാമത് ഹാർഡ് വർക്ക്. ഇതേതാ വണ്ടി? മുമ്പിലൊന്നുമില്ല. ഇതല്ലേ മറ്റേ ടൊയോട്ടൻ്റെ ഇതല്ലേ? മറ്റേ ആവലോണാന്ന്. ആടാ ലാൻഡ് ക്രൂസർ, BMW വേണ്ട. അത് നോക്കാം. അതാ കുറേ ക്യാമറ. എത്രയും മോഡൽ നോക്കിയാ? 2007 വണ്ടി നീറ്റാണ്. നോക്കിയാ ഇതിന്റെ ഫ്രണ്ട് ഒന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് കേട്ടാ. നോലെല്ലാം നല്ലുണ്ട്. ഇത് ഫുൾ ഓപ്ഷനാ തോന്നുന്നു. 2 ഇതെല്ലാം ഉണ്ട്. ഇതുണ്ടാ ഓയിൽ ചേഞ്ചിന്റെ ഉണ്ടാ? അതെ അതെ. ആശിർ ഭായ് കിലോമീറ്റർ 3000 ഗിയർ. ഇതൊരു 5 രൂപയ്ക്ക് വിളിച്ചോടെ നമുക്ക്? ഇതിൻ്റെ ഉള്ളിൽ ഉറങ്ങാല. ഒരു AC വെച്ചിട്ട് എന്നൊക്കെ അല്ല ഇതിലുള്ള എണ്ണട്ടാക്കാ. എന്നിട്ട് പിടിച്ചിട്ടതാന്ന്. അതെ അതെ അതെ. മറ്റേ ഡീസൽ കച്ചവടമല്ലേ പണ്ടത്തെ, അതിൻ്റെ പിടിച്ചിട്ടതാ. അതന്നെ. അല്ല വേറെ പ്രശ്നമുണ്ട്. ഇത് രണ്ടും വെച്ചാൽ തന്നെ ബാത്റൂമിന്റെ കുഴിയോ എടുക്കണ്ട. പുറത്ത് ഏത് 2008 ഓട്ടോമാറ്റിക്കാ? അത്തറലുണ്ടല്ലോ ഇതിൻ്റെ. അത്തറ വിൽപ്പനക്കാരൻ്റെ ആരാനിപ്പം വിളിക്കണേ? ഇതല്ലേ 151 എത്തി. 200 കവർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് പോകാൻ ടൈമായാ? അതെയാ? ഓക്കെ. ഇത് വേണോ? ഇത് ഇതെന്താ ആക്സിഡൻ്റ് ആയതാ? സൈഡിൽ നിന്നാണല്ലോ അടി.
നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണ്ടെങ്കിൽ 3000 രൂപ കെട്ടി വെച്ചിട്ട് വേണം കയറണ്ടെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടി കാണാൻ വേണ്ടി പൈസ കെട്ടി വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കയറിയിട്ട് കുറേ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റലും അങ്ങനത്തെ കുറേ കംപ്ലൈൻറ്റും കണ്ടമാനം ജനങ്ങളായതിനു ശേഷം ഈ പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ വണ്ടി കാണാൻ കയറുന്നുണ്ടെങ്കിൽ തന്നെ 3000 രൂപ കെട്ടി വെച്ച് ആടുന്നൊരു ടോക്കൺ എടുക്കണം. അന്നേരം അങ്ങനെ കയറാൻ പറ്റൂ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യം കൂടി പറഞ്ഞു തരാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേലം വിളി നടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ലേലം വിളി ഉണ്ടാവുക. അവിടെ ഒരു TV വെച്ചിട്ട് ആ സ്ക്രീനിൽ ഇങ്ങനെ നമ്മളെ അവരിട്ട് 1 മുതൽ 700 വരെ ഇട്ട നമ്പർ ഇങ്ങനെ സ്ക്രീനിൽ വരും. അവർ വണ്ടീൻ്റെ മോഡൽ നമ്പർ പറയും, വണ്ടി ഏതാന്ന് പറയും, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ലേലം വിളി ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ലേലം വിളിക്കേണ്ടത്. അതിൻ്റെ നമുക്ക് പുറത്തുനിന്ന് എടുത്ത ടോക്കൺ നിർബന്ധമായിട്ട് വേണം ലേലം വിളിക്കുന്ന സമയത്ത്. പിന്നെ ലേലം വിളി കഴിഞ്ഞ് നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 20% തുക അന്നേരം നമ്മൾ കെട്ടിവെക്കണം. 50,000 റിയാലിൻ്റെ മുകളിൽ ലേലം വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് വഴിയാണ് അവർ പേയ്മെൻറ്റ് നടത്തുക, കെട്ടിവെക്കണം. പിന്നെ 24 മണിക്കൂർ സമയം തരും. അതിൻ്റെ ഉള്ളിൽ ബാക്കി തുകയും കെട്ടിവെച്ച് വണ്ടി പുറത്തിറക്കണം. വണ്ടി പുറത്തിറക്കിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആ വണ്ടി വീണ്ടും ലേലത്തിന് വിടും. നിങ്ങൾ ടോക്കന് കൊടുത്ത പൈസ പോകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയെല്ലാം നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇപ്പം ഏകദേശം 2-ാം തീയതി മുതലേ അതിൻ്റെ ഉള്ളിൽ പോയി വണ്ടി കാണാനുള്ള അവസരമെല്ലാം ഉണ്ടാക്കി തന്നത്. കാരണം നമ്മൾ വണ്ടിയെല്ലാം കണ്ട് ഏത് വണ്ടി എടുക്കുന്നു എന്നുള്ളത് അതെല്ലാം നോട്ട് ചെയ്ത് വേണം ലേലത്തിൽ പങ്കെടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, ലേലത്തിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു ഇതുപോലെയാണ്. ചിലപ്പം വണ്ടി പാളിപ്പോവും, ചിലപ്പം നല്ല ലാഭത്തിന് കിട്ടും, ലക്കി കിട്ടും, അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നമ്മൾ ലേലത്തിൽ പങ്കെടുക്കുക, വണ്ടി സ്വന്തമാക്കുക. അത്യാവശ്യം നമ്മൾ നോക്കിയിടത്തോളം കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടികളാണ് അത്യാവശ്യം എല്ലാം ഉള്ളത്. പിന്നെ നമ്മളെ നസീബ് പോലെ ഇരിക്കും. എന്തായാലും അങ്ങനെയാണ്. നമ്മളെ സന 52-ലാണ് 10-ാം തീയതി മുതലാണ് ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 മണി മുതൽ 6 മണി വരെ 7 മണി വരെ എല്ലാം നീണ്ടു പോകും ലേലം വിളീൻ്റെ ഇതുപോലെ. അങ്ങനെയാണ് കാര്യങ്ങൾ.